മിൽമ പാലിന് 4 രൂപ വർദ്ധിപ്പിക്കാനായി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. എന്തായാലും വില വർധനവ് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് തീരുമാനം എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും കൂടുതൽ തീരുമാനങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുമായി അടക്കം കൂടുതൽ ആലോചനകൾ നടത്തണം. ഈ കർഷകരെ അടക്കം സഹായിക്കുന്നതിന് വേണ്ടി ആണ് പാലിൻ്റെ വില വർധനവ് വരുത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ തീറ്റ ചിലവടക്കം കൂടുന്ന സാഹചര്യം, ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും നിലവിലെ വില കൊണ്ട് കർഷകർക്ക് മുന്നോട്ട് പോകാനായി സാധിക്കില്ല. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മിൽമ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ നിലവിലെ വില എന്തായാലും പര്യാപ്തമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ 4 രൂപ വർദ്ധിക്കാനായിട്ട് തീരുമാനമായിരിക്കുന്നത്. നൗഫൽ വിവരങ്ങളുമായി ചേരുന്നു. നൗഫൽ, ഇതാ ജൂൺ 1 മുതൽ 4 രൂപ പാലിന് വർദ്ധിപ്പിക്കുകയാണ് മിൽമ. എന്താണ് വിശദാംശങ്ങൾ? ഈ മിൽമ, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു ഡയറക്ടർ ബോർഡ് യോഗം കൂടി മിൽമ പാല് വില വർദ്ധിപ്പിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് അന്ന് എത്തിയത്. എന്നാൽ അന്ന് പെരുമാറ്റച്ചട്ടവും തിരഞ്ഞെടുപ്പ് കാലവും ആയതിനാൽ അന്ന് അങ്ങനെ ഒരു കമ്മിറ്റി തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് പെരുമാറ്റച്ചട്ടമൊക്കെ മാറി. ആ അവസരത്തിൽ ഇന്ന് മിൽമയുടെ ഡയറക്ടർ ബോർഡ് യോഗം കൂടുകയും മിൽമ പാലിന്റെ വില ലിറ്ററിന് 52 എന്നുള്ളത് 56 4 രൂപ വർദ്ധിപ്പിച്ചത് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലെ പുതിയ UDF സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി, അഥവാ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി, ഈ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി ആരാണ് എന്ന് ഇതുവരെയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. മന്ത്രിസഭാ ചർച്ചകൾ അല്ലെങ്കിൽ വകുപ്പ് ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇന്ന് രാവിലെ ഇതിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾ, എറണാകുളം യൂണിയന്റെ വിവിധ യൂണിയൻ നേതാക്കളും ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യൂണിയൻ ഭാരവാഹികൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി VD സതീശനുമായി സംസാരിച്ചിരുന്നു. മാത്രമല്ല, സതീശൻ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെ വില വർധനവ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മിൽമയുടെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾ, പാലല്ലാത്ത ഉൽപ്പന്നങ്ങൾ നിലവിൽ വിപണിയിലുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ കൂടി വലിയ രീതിയിൽ അല്ല എങ്കിൽ പോലും ഒരു ചെറിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചാലേ ഇതിന്റെ ഈ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മിൽമ പോലുള്ള പ്രസ്ഥാനം നിലനിൽക്കൂ എന്നൊരു ഇതുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം സാഹചര്യം ഉൾപ്പെടെയുള്ളവർ അവർ പറയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ പെട്രോളിനും ഗ്യാസിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് മാതിരി ഈ മിൽമ പോലുള്ള ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് പോലുള്ള ഇതിലെ പാക്കേജിംഗ് ഉൽപ്പന്നങ്ങൾ വില കൂടുന്ന ഒരു സാഹചര്യം ണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇവരെയും ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അവിടെയും അവർക്കും വില വർദ്ധിപ്പിച്ചേ മതിയാകുകയുള്ളൂ. അത് കർഷകരെ സഹായിക്കാൻ കൂടി വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ, അതായത് ഇപ്പോഴത്തെ UDF സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി അന്ന് ബന്ധപ്പെട്ടിരുന്നപ്പോഴും VD സതീശൻ പറഞ്ഞത്, മറ്റേത് വസ്തുക്കൾ അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നം വില കൂട്ടുന്നത് എതിർത്താലും മിൽമയുടെ വില കൂട്ടുന്നത് കൂടുതൽ അന്നും അനുകൂലിച്ച് നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിലവിൽ മിൽമയുടെ പാൽ വില വർധനവ് വെച്ചിരിക്കുന്നത്. അവർ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ പറയും പോലെ അടുത്ത ആഴ്ച വരുന്ന പെരുന്നാൾ ഉൾപ്പെടെയുള്ള ഉത്സവകാലം കൂടിയാണ് വരുന്നത്. ആ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഇതിലോട്ട് ബാധിക്കാത്ത തരത്തിൽ ജൂൺ 1 മുതൽ ഈ വില പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അക്ഷയ്, തീർച്ചയായും മിൽമ പാലിന് 4 രൂപ വർദ്ധിപ്പിക്കാനായിട്ട് എന്തായാലും ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ കൂടി അനുമതിയോടുകൂടിയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ജൂൺ 1 എന്തായാലും വില വർധനവ് പ്രാബല്യത്തിൽ വരും. ഈ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചൊരു തീരുമാനം കൃത്യമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും മന്ത്രി കൂടി ചുമതലയേറ്റ ശേഷം, മന്ത്രിയുമായൊക്കെ കൂടിയാലോചിച്ച ശേഷമായിരിക്കും തീരുമാനം അന്തിമമാക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നൗഫലാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.